ഹീനയുടെ വീട്ടിൽ അവളുടെ പുളികുടി ചടങ്ങ് നടക്കുകയാണ്. അയൽവാസികളായ കുറെ സ്ത്രീകൾ ഒരുമിച്ചുകൂടി പാട്ടുപാടുകയാണ്. ഈ അവസരത്തിൽ ഹീന കിറ്റിയെയും വിളിച്ചിട്ടുണ്ട്. സുഖമാണോ ഹീന? കുഞ്ഞിന്റെ പേര് വല്ലതും ആലോചിച്ചോ? സുഖമാണ് ചേച്ചി. ഇപ്പൊ ചേച്ചി വന്ന സ്ഥിതിക്ക് ചേച്ചി തന്നെ പറയാ. ആ, തീർച്ചയായും പറയാം. പക്ഷെ ആദ്യം നീ ഇത് പറഞ്ഞേ, ഈ സുമന എന്താ പറ്റിയത്? അവളെന്താ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നത്? അറിയില്ല ചേച്ചി, വന്നപ്പോ തൊട്ട് മിണ്ടാതെ ഇരിപ്പാണ്. നില്ല്, ഞാൻ പോയി ചോദിക്കാം. സുമൻ, സുമൻ. ആ ചേച്ചി, എന്തു പറ്റി? എന്നോടാണോ ചോദിക്കുന്നത് എന്തു പറ്റിയെന്ന്? സ്വയം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, നിനക്കെന്താ പറ്റിയത്? ചേച്ചി, ഒരു കാര്യം എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പറയണമെന്ന് മനസ്സിലാകുന്നില്ല. നീ വിഷമിക്കാതെ തുറന്നു പറയേ, ഞാനുണ്ടല്ലോ. ചേച്ചി, ചേച്ചിയോട് മാത്രം പറയാം. ദയവായി വേറെ ആരോടും പറയരുത്. നമുക്ക് രണ്ടുപേർക്കുമിടയിൽ മാത്രം സൂക്ഷിക്കുക. ഉറപ്പ്? ആ, ഉറപ്പ്. ചേച്ചി, ഞാൻ ഡോക്ടറുടെ അടുക്കൽ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു പ്രഗ്നന്റ് ആണെന്ന്. എന്നിട്ട് സർക്കാർ ആശുപത്രിയിലെ PPTCT സെന്ററിൽ അയച്ചു HIV പരിശോധിക്കുവാൻ. ശരി, പിന്നീട് എന്ത് സംഭവിച്ചു? സ്റ്റാറ്റസ് പോസിറ്റീവ് ആണ് വന്നത് ചേച്ചി. 2 ദിവസം കഴിഞ്ഞു. വലിയ വിഷമത്തിലാണ്. വീട്ടുകാരുടെ പേടി വേറെയും. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ എവിടെ പോകും? എന്തു ചെയ്യും? ഒന്നും മനസ്സിലാകുന്നില്ല. സുമൻ, ഇത്രയുള്ള കാര്യം ഇങ്ങനെ മനസ്സ് ചെറുതാക്കരുത്. ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. മാത്രമല്ല, ഇപ്പോൾ സർക്കാരും നമുക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് നിയമം? HIV AIDS ആക്ട് 2017. ഇതനുസരിച്ച് ആർക്കും നിന്റെ HIV സ്റ്റാറ്റസ് കാരണം നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാവില്ല. പക്ഷേ അഥവാ വീട്ടുകാർ അറിഞ്ഞാലോ? സുമൻ, നിന്റെ സ്റ്റാറ്റസിന്റെ കാര്യം നിന്റെയും ഡോക്ടറുടെയും ഇടയിൽ തുടരും. നീയുമായി സംസാരിച്ച വീട്ടുകാരുടെ പെരുമാറ്റം നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഡോക്ടർ നിന്റെ ഭർത്താവിനോട് പറയാൻ പറയുകയുള്ളൂ. അങ്ങനെ അയാളുടെയും പരിശോധന നടക്കുവാൻ വേണ്ടി. ആ ചേച്ചി, അദ്ദേഹവും ഇങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ വിഷമിക്കാതിരിക്കെ. നോക്കൂ, ഇപ്പോൾ നീ നിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്ക്. മരുന്ന് കഴിക്കാൻ തുടങ്ങിയോ? ആ ചേച്ചി, സെന്ററിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഞാൻ മരുന്നും കഴിക്കുന്നുണ്ട്. എന്താ അതിന് പറയുന്നത്? ART. അതെ, ART. ചേച്ചി, അഥവാ എന്റെ ഭർത്താവ് ഗർഭം അലസിപ്പിക്കാൻ പറഞ്ഞാലോ? സുമൻ, നിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഗർഭം അലസിപ്പിക്കാൻ ആർക്കും നിന്നെ നിർബന്ധിക്കാനാവില്ല. അഥവാ നിന്റെ ഭർത്താവോ വീട്ടുകാരോ സമ്മർദ്ദം ചെലുത്തുകയോ നിർബന്ധിക്കുകയോ ആണെങ്കിൽ നിനക്ക് അവർക്കെതിരെ പരാതി നൽകാനും കഴിയും. മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ചേച്ചിയോട് സംസാരിച്ചപ്പോൾ മനസ്സൽപ്പം ശാന്തമായി ചേച്ചി. ശരി, ഇനിയൊന്ന് ചിരിച്ചു കാണിക്കൂ. എന്നിട്ട് ഓർക്കുക, നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.